മാംഗല്യം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. ഒരു നനുത്ത മഞ്ഞുകണം പോലെ നെറുകയിലൊരു സ്പർശം. ഗാഢമായ ഉറക്കത്തിലും അതറിഞ്ഞ പോലെ ഹരിയുടെ ഇമകളൊന്ന് വെട്ടി. മിഴികോളങ്ങളുടെ ആ പാച്ചിൽ കണ്ടുകൊണ്ടാണവൾ അവന്റെ മുഖത്തുനിന്നും തല ഉയർത്തിയത്. അപ്പോഴേക്കും അവന്റെ കൈകൾ അന്തരീക്ഷത്തിലെന്തോ പരതും പോലെ ഉയർന്നു. പുരികം കൂർത്ത് കണ്ണുകൾ ചുരുങ്ങി അവനെ നോക്കുമ്പോഴേക്കും കേട്ടു, കണ്ണേ. ആ നേരം വരെ ഇല്ലാതിരുന്ന അത്രയും മനോഹരമായൊരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു. അത്രയും ഗാഢമായ ഉറക്കത്തിലും അവൻ തന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞു എന്നുള്ള ചിന്ത പോലും അവൾക്ക് നൽകിയ സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. കണ്ണേ. നേരത്തെ ആ ശബ്ദത്തിൽ ഒരിക്കൽ കൂടി കേട്ടതും അടക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ അവൾ ഒരിക്കൽ കൂടി അവനിലേക്ക് ചാഞ്ഞു ചെന്നു. ഇത്തവണ ആ നെറുകയിൽ ചുംബിക്കുന്നതിന് പകരം അവന്റെ ഇരുമിഴികളിലും മാറി മാറി മുത്തി അവൾ എഴുന്നേറ്റു. അകലാൻ തോന്നുന്നില്ല. ഓരോ നിമിഷവും അവന്റെ ആ സാമീപ്യം ആഗ്രഹിക്കും പോലെ മനസ്സിനൊപ്പവും ശരീരവും പാഞ്ഞു ചെല്ലുന്ന പോലെ. കൺമണി ഒന്ന് പകച്ചു. ഉള്ളിലുയരുന്ന ചിന്തകളെ ഓർത്തവൾക്ക് പരിഭ്രമമായി. എന്തൊക്കെയാണ് താനീ ചിന്തിച്ചു കൂട്ടുന്നതെന്നുള്ള ചിന്ത പിന്നെയും മനസ്സിലേക്ക് വന്നതും ആളിപ്പടരുന്ന പകപ്പോടെ അവനെയും മോളെയും ഒരിക്കൽ കൂടി നോക്കി പെണ്ണ് വേഗത്തിൽ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഓടി അകലുന്ന ദൂരമപ്പുറം കേൾക്കുന്ന പെണ്ണിന്റെ കൊലുസിന്റെ കൊഞ്ചൽ അറിഞ്ഞ പോലെ ഹരിയുടെ ചുണ്ടും ഒന്ന് വിടർന്നു. ഇതേ സമയം അടുക്കളയിലേക്ക് ഓടി വന്നവള് ചെയ്യുന്നതെല്ലാം പിഴയ്ക്കുന്നു നോക്കി വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയോടെ നിന്നു. വന്ന് വന്ന് ഒരു പുളിശ്ശേരി നേരെ ചൊവ്വെ വെക്കാൻ അറിയാതായോ മണിക്കുട്ടി നിനക്ക്? തിളവന്ന പുളിശ്ശേരി വെള്ളവും പീരയുമായി മാറിക്കിടക്കുന്ന കണ്ട് തലയ്ക്കടിച്ച് നോക്കി നിന്ന് സ്വയം പരിതപിച്ചുപോയി മണിക്കുട്ടി. ഒക്കെ ഈ നന്ദേട്ടൻ കാരണമാണ്. വന്ന് വന്ന് ഞാൻ പറയുന്നതിനപ്പുറം മനസ്സ് പായുന്നത് നന്ദേട്ടന്റെ പിന്നാലെയാണ്. അതാ ഇങ്ങനൊക്കെ. അതും പറഞ്ഞ് കാലൊന്ന് നിലത്തേക്ക് അമർത്തി ചവിട്ടിയതും പിന്നിലറിഞ്ഞ സാമീപ്യത്തിൽ പെണ്ണിന്റെ തൊണ്ട വരണ്ടുപോയി. ആരോടുള്ള വാശിയ കണ്ണെ ഈ നിലത്ത് ചവിട്ടി തീർക്കുന്നത്? അവൻ അവളെ തൊട്ടോ തൊട്ടില്ല എന്ന പോലെ അല്പം കുനിഞ്ഞു നിന്ന് ചോദിച്ചതും കാതിനരികിൽ തട്ടി കഴുത്തിൽ പതിക്കുന്ന നിശ്വാസത്തിൽ പെണ്ണിന്റെ കൈകൾ അറിയാതെ തന്നെ പാവാടയിൽ പിടിമുറുക്കിപ്പോയി. പറയ് കണ്ണേ, നിന്റെ നന്ദേട്ടനോടാണോ ഈ വാശി? ഇത്തവണ അവനിലേക്ക് അല്പം കൂടി അമർന്നുകൊണ്ടായിരുന്നു അവന്റെ ആ ചോദ്യം. നിന്റെ നന്ദേട്ടൻ. ആ ഒരൊറ്റ വാക്കിൽ കൂടുകൂട്ടിയ പോലെ പെണ്ണിന്റെ മനം നിറഞ്ഞു തുളുമ്പി. ചുണ്ടുകളിൽ അത്രയും മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്തിനെന്നറിയാതെ വന്നു ചേർന്ന നാണം അവളുടെ കണ്ണുകളെ മെല്ലെ മൂടി. കണ്ണേ. തന്റെ സാമീപ്യം അറിഞ്ഞിട്ടും കണ്ണുകൂടി നിൽക്കുന്നവൾക്കരികിലേക്ക് ഒരിക്കലും കൂടി ചേർന്ന് നിന്നവൻ പിന്നെയും വിളിച്ചതും പെണ്ണ് ഒറ്റ നിമിഷം കൊണ്ട് തിരിഞ്ഞ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. അത് കണ്ടതും അത്രയും നേരം പിടിച്ചു വെച്ചിരുന്നവന്റെ ചിരി ഉറക്കെ പൊട്ടി പുറത്തു വന്നുപോയി. നന്ദേട്ട വേണ്ടേട്ടോ, മതി എന്നെ കളിയാക്കിയത്. ആ മുഖം ഉയർത്തിയില്ലായിരുന്നെങ്കിൽ പോലും പെണ്ണിന്റെ ശബ്ദം മാറാൻ തുടങ്ങിയിരുന്നു. അത് മനസ്സിലായെങ്കിലും പിന്നെയും അവളെ കളി പറഞ്ഞ് ചുണ്ടി പിടിപ്പിക്കാൻ നിൽക്കുന്നവന് പെണ്ണിന്റെ ആ പരിഭവം പറച്ചിലും ഒരുതരം ആവേശം തന്നെയായിരുന്നു. അതിന്റെ പൊട്ടിച്ചിരിയിൽ അവൻ പിന്നെയും പെണ്ണിനോട് കുറുമ്പോടെ ഓരോന്ന് തോണ്ടി. കണ്ണന്റെ നന്ദേട്ടൻ കണ്ണിനെ കളിയാക്കുവോ? ആ ഓരോ വരിയിലും അവൻ ചേർക്കുന്ന ചിരിയിൽ നിന്ന് തന്നെ അറിയാം ചെക്ചാൻ ചാഞ്ചാടിക്കൊണ്ടവളെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിക്കാൻ നോക്കുകയാണെന്ന്. അത് മനസ്സിലായ പോലെ പെണ്ണിന്റെ മുന്നിലെ കീരിപ്പല്ലുകൾ ആ നെഞ്ചിലമർന്ന് അവനെ ഒന്ന് വേദനിപ്പിച്ചതും ആർത്തു ചിരിച്ചവന്റെ ശബ്ദത്തിൽ ഒരു നിമിഷം എരിവ് വലിഞ്ഞു. കണ്ണേ. നെഞ്ചിലൊന്ന് തടവി വേദനയിലും അപ്പുറം ഇത്തിരി അത്ഭുതത്തിൽ പെണ്ണിന്റെ മുഖമുയർത്താൻ അവൻ നോക്കിയതും അവൾ അവനെ പിന്നിലേക്ക് തള്ളിമാറ്റി അടുക്കളയിൽ നിന്നും ഓടിപ്പോയിരുന്നു. ഹാവൂ, മോഹിപ്പിച്ചല്ലോ പെണ്ണെ നീ. അവള് ഓടിപ്പോകുന്നത് നോക്കി നിന്നവൻ ഒരു നിമിഷത്തിനപ്പുറം ഷർട്ടിലെ 2 ബട്ടൺസ് അഴിച്ച് ഇടതുവശത്തേക്ക് നീക്കി നോക്കിയതും രോമത്തിനുള്ളിൽ പോലും വ്യക്തമായി കാണപ്പെടും പോലെ പെണ്ണിന്റെ പല്ലുകൾ അവിടെ കാര്യത്തിൽ വട്ടം തീർത്തു വെച്ചിട്ടുണ്ട്. മോൾക്കൊപ്പം അമ്മയും തുടങ്ങിയോ ദേവേ? വാത്സല്യം ചാലിച്ചെത്തിയ ചോദ്യം ഒരു വേളുടെ പല്ലിന്റെ പാടിനെ തൊട്ടൊഴിഞ്ഞു മാറിയതും അവനുള്ളിൽ പ്രണയം തത്തിക്കളിച്ചു. പിന്നങ്ങോട്ട് കുറച്ചു നേരത്തേക്ക് ശരിക്കും ഒരു ഒളിച്ചുകളി തന്നെയായിരുന്നു ഇരുവരും. അവൻ നിൽക്കുന്നിടമെല്ലാം പെണ്ണിന്റെ സാമീപ്യം അറിയുന്നുണ്ടായിരുന്നെങ്കിലും മുഖാമുഖം ഒരു നേർക്കാഴ്ചയ്ക്കില്ലെന്ന പോലെ അവൾ അവനെ ചുറ്റിച്ചു. ഇതിനിടയിൽ 1000 തവണ കുഞ്ഞിപ്പെണ്ണിന്റെ അരികിൽ പോയി നിന്ന് കിടന്നും ചേർത്ത് പിടിച്ചും ചുംബിച്ചും കുഞ്ഞിപ്പെണ്ണിനെ ഉണർത്താതെ തന്നെ 1000 സ്നേഹവാത്സ്യങ്ങൾ പകർന്നു കൊടുക്കാനായി മണിക്കുട്ടി അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അവസാനം അവന് കഴിക്കാനായി കൊണ്ടുവച്ചതൊന്നും ഇതുവരെ തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്നുള്ള മാഷച്ചന്റെ പരാതിയിലാണ് അവൾ കുഞ്ഞിനരികിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് ചെന്നത്. സത്യം പറഞ്ഞാൽ അവനടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് വല്ലാത്ത ചമ്മലും നാണവും തോന്നുന്നുണ്ടായിരുന്നെങ്കിലും ഈ നേരം അങ്ങനെന്തെങ്കിലും ഒന്ന് തന്നിൽ കണ്ടാൽ അപ്പുറത്തുള്ളവൻ എന്തൊക്കെ പുകിലാക്കും ഉണ്ടാക്കുന്നത് എന്ന് ഏകദേശ ധാരണയുള്ളവള് മുഖമൽപ്പം കടുപ്പിച്ചാണ് അവന്റെ അടുത്ത് എത്തിയതെങ്കിലും ചെക്കന്റെ മുഖത്ത് നോക്കിയുള്ള ആവശ്യം കേട്ടതും ഉമിനീർ ഉടക്കിപ്പോയി പെണ്ണിന്.
എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പുറത്തേക്ക് വരുമെന്ന് വാശി പിടിക്കുന്ന പുഞ്ചിരിയെ അടക്കി നിർത്താൻ പാടുപെട്ടുകൊണ്ടായിരുന്നു കൺമണി അവനടുക്കലേക്ക് നടന്നെത്തിയത്. ഇടതുവശം ചേർന്നുള്ള ആ വരവിൽ തന്നെ കണ്ടു മുന്നിൽ തലകുമ്പിട്ടിരിക്കുന്ന ഒരുവനെയും അവന്റെ മുന്നിലിരിക്കുന്ന പാത്രത്തിലെ ദോശയും. അടുത്തെത്തി ഒന്നും കൂടി നോക്കുമ്പോൾ കണ്ടു ദോശയിൽ ഉണ്ടായിരിക്കുന്ന കുഴികളിൽ വീണ്ടും ഗർത്തം തീർത്ത് കളിക്കുന്ന ഒരുവനെ. നെറുകയിൽ ഒന്ന് കൊട്ടിക്കണ്ട് അവൾ അവന്റെ അടുത്ത് നിന്ന് പാത്രം ഒന്ന് പിടിച്ചു. നന്ദേട്ടൻ ദോശയിൽ കുഴിയുണ്ടാക്കി കളിക്കുക. ഇത്തിരി കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് തന്നെ കാസ്ട്രോളിൽ നിന്നും 2 എണ്ണം കൂടി അതിലേക്കിട്ട് ചമ്മന്തി അങ്ങോട്ട് ഒഴിക്കാൻ പോയപ്പോഴേക്കും പാത്രത്തിലേക്ക് പിടിയും വീണു. ഒപ്പം ഇട്ടിരുന്ന ദോശ പഴയ പോലെ കാസറോളിൽ പോയി വീഴുകയും ചെയ്തു. നന്ദേട്ടാ! ഇത്തിരി ഒന്ന് കടുപ്പിച്ച് വിളി കേട്ടപ്പോഴേക്കും ആ മുഖം മുഴുവനും മാറി. അറിയാം ദോശ ഒട്ടും ഇഷ്ടമല്ലെന്ന്. ഈ മാവിനെ ഇഡലിയാക്കി കൊടുത്താൽ പിന്നെയും കഴിച്ചേക്കും. എന്നാലും ദോശ. രാവിലെ ഇതുണ്ടാക്കുമ്പോഴേ വിചാരിച്ചിരുന്നു ഒരുപക്ഷെ കഴിക്കില്ലായിരിക്കുമെന്ന്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ അങ്ങനെ പരാതികളൊന്നും പറയാതെ കഴിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് ആള് മാറിയെന്ന് കരുതിപ്പോയി. എവിടെ, ആളും മാറിയില്ല. സഖാവിന്റെ ദോശയോടുള്ള ഇഷ്ടക്കേടും മാറിയിട്ടില്ല. എന്തേ ദോശ വേണ്ട എന്റെ നന്ദേട്ടന? തന്നോട് പിണങ്ങി വാശി കാട്ടി മുഖം തിരിച്ചിരിക്കുന്നവനെ താടിത്തുമ്പിൽ പിടിച്ച് അത്രയും കൊഞ്ചിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത്. അത് കേട്ടതും അത്രയും നേരം കുറുമ്പ് കാണിച്ചിരുന്നവന്റെ ചുടികൾ മെല്ലെ ഒന്ന് വിടർന്നു. എങ്കില് അതൊട്ട് പെണ്ണ് കാണും മുന്നേ മറച്ചു വെക്കാനും അവൻ മറന്നില്ല. എനിക്ക് ദോശ ഇഷ്ടമല്ല. തന്റെ കുഞ്ഞിന്റെ അച്ഛൻ അയാൾ മാത്രമാണെന്ന് തെളിയിക്കും പോലെ ഒരു നിമിഷം കുഞ്ഞിപ്പെണ്ണിന്റെ അതേ കുറുമ്പാണ് അവനിലും മണിക്കുട്ടി കണ്ടത്. അപ്പൊ എന്റെ നന്ദേട്ടന് ദോശ വേണ്ട. പിന്നിപ്പോ എന്താ വേണ്ടേ? ആ താടിയൊന്ന് പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചത് അവന്റെ മുഖം നിറഞ്ഞ പുഞ്ചിരി കണ്ണിൽ എഴുന്നിങ്ങനെ കണ്ടു. എനിക്ക് ചപ്പാത്തി മതി കണ്ണേ. മോളെപ്പോലെ തന്നെ കണ്ണൊക്കെ വിടർത്തിയാണ് മറുപടി. ഓ, അപ്പൊ എന്റെ പാവം നന്ദേട്ടന് ചപ്പാത്തി വേണം അല്ലേ? ചപ്പാത്തി മതി. പിന്നെന്താ, 2-3 ചപ്പാത്തി ഉണ്ടാക്കാനാണോ പ്രയാസം? പ്രയാസമില്ല. സന്തോഷം കൊണ്ട് ആ കുഞ്ഞിക്കണ്ണുകൾ അവനോളം വിടർന്നു. ഒരു പ്രയാസവുമില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും എനിക്ക് വലിയൊരു പ്രയാസവുമല്ല. കാരണം ഞാനത് ചെയ്യുന്നത് എന്റെ നന്ദേട്ടന് വേണ്ടിയല്ലേ. ഇരു കണ്ണുകളും ഇറുക്കി നല്ലൊരു പുഞ്ചിരിയോടെ അവൾ ചോദിച്ചതും പെണ്ണിന്റെ കണ്ണുകളിൽ മാത്രം നോക്കിയിരുന്നവൻ സന്തോഷം കൊണ്ട് തലയൊന്ന് കുലുക്കി. ദോശയ്ക്ക് സാമ്പാറും ചട്നിയും പപ്പടവും ആയിരുന്നു. പക്ഷെ അത് ചപ്പാത്തിക്ക് ചേരില്ലല്ലോ. അപ്പൊ പിന്നെ ചപ്പാത്തിക്ക് എന്താണ് കറി ഉണ്ടാക്കുക? അവൾ ചോദിക്കുന്ന കേട്ടതും അവനൊരു നിമിഷം ആലോചിച്ചു. ചപ്പാത്തിക്ക് സാമ്പാർ ഓക്കെയാണ്. പക്ഷെ എനിക്ക് മുട്ടക്കറി മതി. മുട്ടക്കറിയോ? മുട്ടക്കറി. എന്തേ, മുട്ടക്കറി വേഴൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലേ? അവന്റെ കണ്ണുകൾ ആ ചോദ്യത്തിൽ നിന്ന് ചുരുങ്ങി. പിന്നെ 2 മുട്ടയിട്ട് ഒരു കറി വെക്കാൻ എത്ര നേരം വേണം? എന്റെ നന്ദേട്ടനായിട്ടൊരു 4 ചപ്പാത്തി ഉണ്ടാക്കുന്ന നേരത്ത് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ 2 മുട്ടക്കറിയും ഷാടേന്ന് പറഞ്ഞുണ്ടാക്കും. ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ എന്തായാലും ചിക്കൻ കറിയുടെ സമയമൊന്നും വേണ്ടല്ലോ അല്ലേ? ആ, അത് തന്നെ. അവൾ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെ അവൻ തലകുലുക്കി. അപ്പോ എന്റെ നന്ദേട്ടൻ പറയുന്നത് നന്ദേട്ടന് ദോശ വേണ്ട, 4 ചപ്പാത്തി മതി, ചപ്പാത്തിക്ക് കറിയായിട്ട് സാമ്പാർ വേണ്ട, 2 മുട്ട വെച്ചിട്ടുള്ള കറി മതി, അങ്ങനെയല്ലേ? യെസ്, അങ്ങനെ തന്നെ. ശരി, ചപ്പാത്തിയും മുട്ടക്കറിയും ഞാൻ ഉണ്ടാക്കാം. പക്ഷെ അത് കഴിക്കാൻ നന്ദേട്ടൻ ഇനി വയറുണ്ടാവൂ? അവന്റെ തൊട്ടു മുന്നിലെ കസേരയിൽ നിന്നും പാത്രവും എടുത്ത് എഴുന്നേറ്റ വഴി അവനെ നോക്കി കണ്ണു ചിമ്മി പെണ്ണ് ചോദിച്ചതും ഹരി അവളെയും അവളുടെ കയ്യിലിരിക്കുന്ന പാത്രത്തെയും മാറി മാറി നോക്കി. കുറച്ചു മുന്നേ താൻ ദോശ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിവെച്ച പാത്രത്തിൽ ഒരു വശത്ത് 2 കറിവേപ്പിലയും മുരിങ്ങക്കോലിന്റെ അവശിഷ്ടങ്ങളും കാണുന്നു. ഇപ്പുറത്തായി തനിക്ക് ഒഴിച്ചു വെച്ചിരുന്ന ഗ്ലാസ്സിലെ ചായയും പകുതി തീർന്നിട്ടുണ്ട്. ഹരി കണ്ണും വിഴിച്ച് പെണ്ണിനെ നോക്കി. അവനാദ്യം ദോശ വേണ്ട എന്ന് പറഞ്ഞ നേരത്തെ തന്നെ അവൾ ആ പാത്രം തന്റെ അടുക്കിലേക്ക് നീക്കി മുന്നത്തെ പോലെ തന്നെ 3-4 ദോശ പാത്രത്തിലേക്ക് എടുത്തിട്ടിരുന്നു. ഒപ്പം സാമ്പാറും ചട്നിയും പപ്പടവും ഒക്കെ ചേർത്ത് അത് നന്നായി കുഴച്ചുമെടുത്ത് അവന് നൽകാനായി അരികിലേക്ക് നീക്കിവെച്ചു. ഒപ്പം തന്നെ ഓരോന്ന് ചോദിക്കാനും തുടങ്ങിയിരുന്നു. അവനെ തന്റെ കണ്ണിൽ കൊരുത്തിട്ട് വാക്കുകളിൽ കുരുക്കി ഓരോന്ന് ചോദിക്കുന്നതിനൊപ്പം തന്നെ പെണ്ണ് കുഞ്ഞു കുഞ്ഞു ഉരുളകൾ അവന്റെ നാവിൻ തുമ്പിലായി കൊണ്ടുവച്ചതും അവളെ മതിമറന്ന് നോക്കിയിരുന്നവൻ അതൊന്നും അറിയാതെ വായ തുറന്ന് ഓരോ ഉരുളയും കഴിച്ചുകൊണ്ടാണ് പെണ്ണിന്റെ ചോദ്യങ്ങൾക്ക് അത്രയും മറുപടി നൽകിയത്. ഇതിനിടയിൽ പെണ്ണ് ചായ പോലും അവന്റെ ചുണ്ടിൽ മുട്ടിച്ചു കൊടുത്തിട്ടും അവൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു അത്ഭുതത്തോടെ അവൻ ഇപ്പോഴും ചെറു ചൂടുമാറാത്ത ആ ചായ ഗ്ലാസ്സിൽ ഒന്ന് അമർത്തി പിടിച്ചു. ഒപ്പം പെണ്ണിനെ ഒരു നോട്ടവും. അതേ, നന്ദൂട്ടന്റെ ഇതിലും കുറുമ്പിയായ മോക്ക് ഇഷ്ടമില്ലാത്ത ആഹാരം ലോകം മുഴുവനും കാണിച്ചു കൊടുക്കുന്ന എന്റെ മുന്നിൽ ഈ കുഞ്ഞു കുട്ടിയുടെ ഒരടവും നടക്കില്ല കേട്ടോ. എന്റെ കുറുമ്പൻ നന്ദേട്ടൻ. ഇടത് കൈവിരൽ കൊണ്ട് അവന്റെ മൂക്കിൻ തുമ്പിൽ ഒന്ന് വലിച്ചുവിട്ട് അവന്റെ ചുണ്ടിനറ്റം ബാക്കി വന്ന ഒരിത്തിരി ദോശയുടെ അറ്റം കൈവിരൽ തുമ്പുകൊണ്ട് സ്വന്തം നാവിലേക്ക് വെച്ചുകൊണ്ട് അവൾ കണ്ണം നിറുക്കിയതും ലോകം മുഴുവനും ആ നിമിഷം അവളിൽ മാത്രം ചുരുങ്ങിപ്പോയ പോലെ
ഒരുവന്റെ ഹൃദയം പെണ്ണോടുള്ള പ്രണയത്തിൽ തുടികൊട്ടി തുളുമ്പിപ്പോയി. അപ്പോ എന്റെ കുഞ്ഞിച്ചക്കന്റെ വയറൊക്കെ നിറഞ്ഞല്ലോ. അതുകൊണ്ട് വേഗം പോയി കയ്യും വായുമൊക്കെ കഴുകിയിട്ട് എന്റെ കുഞ്ഞിനടുക്കിലേക്ക് ചെന്നേ മോൻ. അപ്പോഴേക്ക് ഈ പാത്രമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് മോൾക്കുള്ള കഞ്ഞി ചൂടാറാനായി പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ട് ഞാനും വരാം. ഒന്നും കഴിക്കാതെയുള്ള ഉറക്കമല്ലേ, പറ്റുമെങ്കിൽ ഉണർത്തി ഇച്ചിരി കഞ്ഞിയെങ്കിലും കൊടുക്കണം. അല്പം മുന്നേ വരെ തന്നെ കുറുമ്പിൽ പറ്റിച്ച് നിന്നവൾ ഒരു നിമിഷം കൊണ്ടാണ് തന്റെ മകളുടെ അമ്മ മാത്രമായി മാറിയത്. എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ഹരിക്ക് തന്റെ ഉള്ളിലെ പ്രണയം ഒരു നിമിഷം പൊട്ടി പുറത്തേക്ക് വന്നുപോയി. അതുകൊണ്ടാകും മറ്റൊന്നും ആലോചിക്കാതെ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയ പെണ്ണിന്റെ ടീഷർട്ടിനറ്റം പിടിച്ച് അവനൊന്ന് വലിച്ചത്. അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.